പിന്നെ പോയാലോ? അപ്പം ഞാൻ ഇന്ന് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ സാൻ ഫ്രാൻസിസ്കോയിലാണ്. സാൻ ഫ്രാൻസിസ്കോയിലുള്ള ജെയിംസ് ഹെർമൻ ക്രൂസ് ടെർമിനലാണ്. ഫയർ 27. ഇവിടെ എല്ലാം കടൽ ഭിത്തികളുടെ എല്ലാം നമ്പറുകളുണ്ട്. നമുക്കത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ അപ്പോഴത്തേക്ക് ആ ടെർമിനലിൻ്റെ ഫുള്ള് ഒന്ന് കാണിച്ചു തരാം. ഷിപ്പ് വന്നത് ഫയർ 27 ജെയിംസ് ആർ ഹെർമൻ ക്രൂസ് ടെർമിനൽ. ഇവിടെ ഓരോ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫിഷർമാൻ വാർഫ് 20 മിനിറ്റ്സ് വാക്കാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഫിഷർമാൻ വാർഫിൽ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാൻ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിപ്പിൻ്റെ ഹോം ബോട്ടാണ് കേട്ടോ, സാൻ ഫ്രാൻസിസ്കോ. നമുക്കിവിടുത്തെ വഴിയോര കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നമുക്ക് പോകാൻ. നല്ല തിരക്കാണ് കേട്ടോ, ഇന്ന് നല്ല തിരക്കാണ്. കാരണം ടെർമിനലിൽ 7 മണിക്കാണ് പോർട്ടിൽ വന്നത്. പോർട്ടിൽ വന്നതിന് ശേഷം തന്നെ നല്ല ടെർമിനലാണ്. ഒരുപാട് പേര് ഡിസംബാർക്കിംഗ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ പാസഞ്ചർ വരുന്നതും പുതിയ പാസഞ്ചർ പോകുന്നതും ഇവിടെ തന്നെയാണ്. ഹോം ബോട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും മറ്റു കാഴ്ചകൾ കാണാം. ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഷിപ്പിന്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുമേ. ഓരോ ഷിപ്പ് ഇവിടെ വരുമ്പോഴും നിങ്ങൾക്ക് ഫയർ 27 അവിടെ ഏത് ഷിപ്പാണ് ഈ പോർട്ടിൽ വന്നിട്ടുള്ളതെന്ന് അവിടെ സ്ക്രീനിൽ കാണും. ഇപ്പൊ കാണിച്ചിട്ടില്ല, പ്രിൻസസ് ക്രൂസ് എന്ന് പറഞ്ഞിട്ട്. ആ കാണുന്നത് ചെറിയ ട്രെയിനുകളാണ്. ഈ റോഡിന്റെ മിഡിൽ കൂടെയാണ് ആ ട്രെയിനുകളും പോകുന്നത്. ഓരോ സ്ഥലത്തേക്ക് പോകാൻ തന്നെ ആ ട്രെയിനുകളാണുള്ളത്. അതിനൊരു കാർഡുണ്ട്. ആ കാർഡ് നമുക്ക് എടുക്കുക, ആ ട്രെയിനകത്ത് കയറുമ്പോഴത്തേക്ക് പഞ്ച് ചെയ്ത് കയറാം. പക്ഷെ നമ്മളിന്ന് പോകുന്നത് ഫുട്പാത്തിലോട്ടാണ്. 8 മിനിറ്റ്സ് ഇവിടുത്തെ ഒരു ഫിഷർമാൻ മാർട്ടാണ്, അവിടത്തേക്കാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പക്ഷെ ഇവിടെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഫയർ 27 അങ്ങനെ ഓരോരോ നമ്പറുകളാണ്. അതായത് ഓരോരോ കടൽഭിത്തികളുടെ ഓരോരോ നമ്പർ. ഈ കടൽഭിത്തികൾ എന്നാണ് വേറെ പറയുന്നത്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഓരോരോ നമ്പറുകളിലാണ് ഓരോ സ്ഥലങ്ങൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ പറയുന്നത്. ബോർഡ് വെച്ചിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ ട്രെയിനുകളാണുള്ളത്. ഇത് ഫിഷർമാൻ മാർക്കറ്റിന് അവിടെ നിന്നാണ് ആ ട്രെയിനുള്ളത്. അത് ഓരോ സ്ഥലത്തേക്ക് പോകാനും 10 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ റെയിൽവേയുടെ ട്രെയിനുകളാണ് ഉള്ളത്. ഹൂസ്റ്റൺ 1100 റെയിൽവേയുടെ ആണ് അത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ കടൽഭിത്തിക്ക് പിയർ 31. ഇതുപോലുള്ള ഓരോരോ നമ്പറുകളാണ് ഓരോരോ ഭിത്തികളിലും കടൽ ഭിത്തികളിലും ഇട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലേക്ക് പോകാനേക്കുള്ള ചെറിയ ചെറിയ ഷിപ്പുകളില്ലേ, ചെറിയ ചെറിയ ക്രൂസ് ഷിപ്പുകളുടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറും അത് പോകുന്ന ഇതിനുള്ള ഷിപ്പുകളുമാണ്. അതിൻ്റെ ടിക്കറ്റുകൾ എടുക്കുന്ന ഇവിടെ എൻട്രൻസിൽ ടിക്കറ്റ് എടുത്തിട്ട് അത് എൻട്രി ചെയ്തിട്ട് അവിടുന്ന് ഷിപ്പിൽ പോവുകയാണ് ചെയ്യുന്നത്. അതിനേക്കുള്ള പ്ലേസ് ആണ് ഇത്. എന്ന് വെച്ചാൽ ഈ സാൻ ഫ്രാൻസിസ്കോയിലാണല്ലോ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. അപ്പോഴത്തേക്ക് അത് ഫയർ 31 ആണ്. ഡെയിലി എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ചെറിയ ചെറിയ കടകളും ഫ്രൂട്ട്സും കാര്യങ്ങളും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ചെറിയ ചെറിയ ഷോപ്പുകളാണ് കേട്ടോ. അത് ഓപ്പൺ ആയിട്ടുള്ള ചെറിയ ചെറിയ ഷോപ്പുകളാണ്. അതെപ്പോഴും ഇവിടെ കാണാൻ പറ്റുന്ന ഒരു ഷോപ്പുകളാണ്. അതുപോലെ തന്നെ ചെറിയ ക്യാപ്പ്, സൺഗ്ലാസസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോപ്പുകളാണ്. ഇവിടുത്തെ ലോക്കൽ ഷോപ്പുകളായിരിക്കും, സ്ട്രീറ്റ് ഷോപ്പുകളാണ് ഇതെല്ലാം. സ്ട്രീറ്റിൽ തന്നെ ആണല്ലോ. വേൾഡ് വാർ നടക്കുന്ന ടൈമിൽ അതിൻ്റെ ലിബർട്ടറി ഷിപ്പിൻ്റെ എൻട്രൻസ് ആണ്. ഇത് ലക്കി ഓഫ് ഗ്രീൻ വേൾഡ് വാർ ലിബർട്ടറി ഷിപ്പിൻ്റെ എൻട്രൻസ് ആണ്. ആ ഷിപ്പ് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ എന്ന് വെച്ചാൽ വേൾഡ് വാർ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇതിൻ്റെ ഓണർഷിപ്പിലുള്ളത്. ആ കാണുന്നതാണ് ഷിപ്പ്. പക്ഷേ ഇപ്പം നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല കേട്ടോ, എൻട്രൻസ് ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്.
ഈ കാണുന്നതുണ്ട്, ഇതൊക്കെ ഇത് ഷിപ്പിന്റെ മെയിനായിട്ടും ഷിപ്പിന്റെ പോർട്ടായിരുന്നു ഇവിടെ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഷിപ്പ് വരുമ്പോഴത്തേക്ക് കരയിലേക്ക് പിടിച്ചടുപ്പിക്കാൻ വേണ്ടിയുള്ള ഇതാണ്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം, അത് ദൂരെ നിന്നാണ് കാണാൻ കഴിയുന്നുണ്ടെന്നിട്ട്. ഇത് കണ്ടോ ഈ കാറ്, ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഫോണിൻ്റെ ഇതുവഴിയായിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത് ആ കാറിൻ്റെ. അതിങ്ങോട്ട് വരുമെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഡ്രൈവർ ഇല്ല കേട്ടോ, ഫുള്ളി സെൻസ് ചെയ്ത് പോകുന്ന കാറാണത്. അത് നമുക്ക് ഫുള്ളി നമ്മൾ മൊബൈലിൽ അതിൻ്റെ ആപ്പ് എടുത്തതിന് ശേഷം സെൻസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ അതിൻ്റെ സ്കാനറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പക്ഷേ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ചെറിയ ചെറിയ ഈ ബോട്ടുകളുടെ ഒരു ടെർമിനലാണ്. ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകൾ ഇവിടെ കാണാൻ കഴിയും. ഏത് സമയത്ത് വന്നാലും ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകൾ കാണാൻ. മേ ബി ഇത് ഫിഷിങ്ങിന് കാര്യങ്ങൾക്കും ആയിരിക്കും, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല. മേ ബി ഫിഷിങ്ങിന് ഉപയോഗിക്കുന്നതായിരിക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇതൊക്കെ തന്നെയും ഇപ്പോൾ ഇവിടെ ടൈം രാവിലെ 10 മണിയായിട്ടുണ്ട്. അത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവിടെ. ഇപ്പം തന്നെ ഇവിടുത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതേ ഉള്ളൂ. മോർണിംഗ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ തിരക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ ഒരു ആഫ്റ്റർനൂൺ ടൈമിലൊക്കെ ആകുമ്പോൾ നല്ല തിരക്കും ക്രൗഡഡ് ആയിരിക്കും നമുക്ക്. ഈ വെൽക്കം ടു പാർ 31 ഇവിടെ എഴുതി വെച്ചേക്കുന്നില്ല. ഇതിൻ്റെ അങ്ങോട്ട് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡിൻ്റെ ആയാലും ഷോപ്പിങ്ങിനായാലും ഒരുപാട് ഷോപ്സ് ഉള്ള ഒരു പ്ലേസാണ്. ഓപ്പൺ ആയിട്ടുണ്ടോയെന്ന് അറിയില്ല, എല്ലാം ഓപ്പണായി വരുന്നതേ ഉള്ളൂ. നമുക്കിവിടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് കയറി നോക്കാവേ എന്തൊക്കെയാണ്. ഇവിടെ ഒരുപാട് കീ ചെയിൻസ്, കാര്യങ്ങൾ, സോനിയേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻട്രൻസിൽ തന്നെ ഒരുപാട്, ഇതെല്ലാം കീ ചെയിൻസ് ആണ് കേട്ടോ. ഒരുപാട് ടീഷർട്ട് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഇവിടെ. എക്സ്പെൻസീവ് മീൻസ് $44. നമുക്ക് ഇവിടെ ഉള്ളവർക്കത് എക്സ്പെൻസീവ് ആയില്ല, ഇതായിരിക്കും. നമുക്ക് ഇന്ത്യയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല എക്സ്പെൻസീവ് ആണ്. ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. സാൻ ഫ്രാൻസിസ്കോ എന്ന് എഴുതിയ ചെറിയ ചെറിയ ഗ്ലാസ്സുകൾ. അതുപോലെ തന്നെ ഇവിടെ ഗോൾഡൻ ഗേറ്റിൻ്റെ തന്നെ ഒരു സ്റ്റാച്ചുവും കാര്യങ്ങളും അതിൻ്റെ ചെറുതുണ്ട് കേട്ടോ. ഇതെല്ലാം മാഗ്നറ്റുകളാണ്, ഇതെല്ലാം ഇവിടുത്തെ മാഗ്നറ്റുകളാണ്. ഇതെല്ലാം ഞാൻ കുറച്ച് മുന്നേ കണ്ടില്ലായിരുന്നു, നമ്മൾ ട്രെയിന്, ആ കേബിൾ കാർ, അതേ കണക്കത്തുള്ള ആ കാറുകളുടെ എല്ലാം ചെറിയ ചെറിയ മിനിയേച്ചർ വെർഷനാണ് ഇവിടെ ഇരിക്കുന്നത് മൊത്തം. ഇതാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ സാൻ ഫ്രാൻസിസ്കോ അതിൻ്റെ എഴുതിയത്. റേറ്റ് എത്രയാണെന്ന് നോക്കാവോ. ചെറിയൊരു പീസാണ്, $20 വിത്ത് ടാക്സ്. ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അതാണ്ട് സാൻ ഫ്രാൻസിസ്കോയുടെ ഫോട്ടോ ഫ്രെയിം, അതുപോലുള്ള നമ്മുടെ മെമ്മറി സിസ്റ്റം വരുന്ന ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ കേട്ടോ. ഒരു ഗ്ലാസ്സാണ്, ചെറിയൊരു ഗ്ലാസ്സിൽ സാൻ ഫ്രാൻസിസ്കോ എന്നുള്ളത്. ഇത് ബോട്ടിലാണ് കേട്ടോ. ഇത് നമ്മൾ ബോട്ടിലാണ്, വെള്ളം കുടിക്കാനായിട്ടുള്ള ബോട്ടിലാണ്. എന്ത് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക്, ഇതിന് പല പല കളറുകളിൽ. അവിടെ ചെറിയ ബോട്ടുകളുടെ ആണെങ്കിൽ ഇവിടുത്തെ ഈ ടെർമിനലിൽ കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഇതാണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കപ്പാസിറ്റി പോകുന്നു. അവിടെ എനിക്ക് തോന്നുന്നു 2-3 പേർക്ക് മാക്സിമം പോകാൻ പറ്റുന്നതാണ്. പക്ഷേ നല്ല രീതിയിൽ പോകാൻ പറ്റുന്നതാണ്. ഇത് ഓപ്പൺ ആയിട്ടുള്ളതുണ്ട്, ക്ലോസ്ഡ് ആയിട്ടുള്ളതുണ്ട്. സ്ട്രീറ്റൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അവർ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ പിന്നെ നമുക്ക് റെൻ്റൽ സൈക്കിളുകൾ കിട്ടും. ഈ സാൻ ഫ്രാൻസിസ്കോയിൽ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലോട്ട് പോകാനായിട്ട് റെൻ്റലായിട്ടുള്ള
സൈക്കിളുകൾ കിട്ടും. അറൗണ്ട് $20 എന്തോ ആണ് നമുക്ക് റേറ്റ് വരുന്നത്. ആ റേറ്റിൽ നമുക്ക് എടുക്കാം, കറങ്ങി ഒരു വൺ ഡേ എടുക്കാം, അങ്ങനെ കറങ്ങി വന്നെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതുകൊണ്ട് ഇതെല്ലാം റെൻ്റലായിട്ട് എടുക്കുന്നതാണ്. ഒരുപാട് വെച്ചിട്ടുണ്ട് റെൻ്റലായിട്ട് എടുത്തിട്ട് പോകുന്നത്. പെർ ഡേക്കും എടുക്കാമെന്ന് തോന്നുന്നു. മണിക്കൂറിന് ചാർജ് ചെയ്യുന്നതുകൊണ്ട് പെർ ഡേ ചാർജ് ചെയ്യുന്നതുണ്ട്. ഒരുപാടുണ്ട്. താണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ആ റൂട്ട് മാപ്പും കാര്യങ്ങളും, എങ്ങനെയാണ് പോകേണ്ടത്, റിട്ടേൺ ടു വ്യൂ ഫെറി, അതും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗ്രൂപ്പായിട്ടും പോകും, സിംഗിളായിട്ടും പോകാറുണ്ട്. ഗ്രൂപ്പായിട്ട് പോകുമ്പോഴത്തേക്കാണെങ്കിൽ ഗൈഡും കാര്യങ്ങളൊക്കെ കാണും. അല്ലാതെ സിംഗിളായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സിംഗിളായിട്ട് പോയിട്ട് വേണം. എനിക്ക് തോന്നുന്നു ബെറ്റർ നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുന്നത് തന്നെ ആയിരിക്കും. ഒരു ടീമായിട്ട് പോകുമ്പോൾ ഒരു ഗൈഡും കാര്യങ്ങളും നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞൊന്ന് പോകാൻ സാധിക്കും. വന്നപ്പം കണ്ടൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതിപ്പം കടലിൻ്റെ സൈഡാണല്ലോ. ഇതിപ്പം കടലിൻ്റെ സൈഡാണ്. ഏകദേശം ആ ലോങ് വ്യൂ കാണുന്ന അവിടാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് വരുന്നത്. ആ ഒരു പ്ലേസിലായിട്ടാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് വരുന്നത്. ഇവിടുന്ന് നമുക്ക് ബസ്സിന് പോവാം, സൈക്ലിങ് പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്നപ്പം കണ്ടൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം. കടലിൻ്റെ സൈഡിൽ ഈ ഗ്രില്ലിനകത്താണെങ്കിൽ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് അവർ ലോക്ക് കടലിലെറിയും. അതെന്താ അതിൻ്റെ ഇതൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞില്ല. ഞാൻ ചെറുതായിട്ട് കേട്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്തിട്ട് കടലിലേക്ക് എറിയും. അപ്പോൾ അത് സാധിക്കുമെന്ന്. ഇതിൻ്റെ സത്യം എന്താണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. വേണ്ട, ഇവിടെ ഒരുപാട് ഇങ്ങനെ ലോക്കുകൾ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരുപാട് പഴകിച്ചു കേട്ടോ ഇതൊക്കെ. ഫിഷർമാൻ വാർഫിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ വരുന്നത് കൂടുതലായിട്ടും ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ ഒരു ഇതാണല്ലോ മെയിനായിട്ട് സാൻ ഫ്രാൻസിസ്കോയുടെ ഉള്ളത്. അപ്പോഴത്തേക്ക് അവിടെ വരുമ്പോൾ കൂടുതലായിട്ടും ഈ ഫിഷർമാൻ വാർഫിൻ്റെ അവിടെ നിന്നാണ് കൂടുതലായിട്ടും ആളുകൾ ഇവിടത്തേക്ക് ബസ്സിനായാലും നമ്മുടെ ടൂർ എന്ന് വെച്ചാൽ ടൂറ് പോലെ ബുക്ക് ചെയ്ത് ക്രൂസിലായാലും പോകുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ ടൂറിന് വരുന്ന ആൾക്കാരാണ്. ഇവിടെ റെൻ്റൽ ബൈക്കുകളുണ്ടെന്ന് പറഞ്ഞു, അതുപോലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതലും ഇവിടെ നിന്നാണ് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ചെറിയ കാറുകൾ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്. നമ്മുടെ മെയിൻ എല്ലാ വണ്ടികളും പോകുന്ന റോഡിൽ കൂടെ തന്നെയാണ് ആ ചെറുതും പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതെന്തോ മാപ്പൊക്കെ ഇതാക്കിയാണ് പോണത്. ബൈക്കിന്റെ എന്തോ ഒരു ഇതാണെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ആയി വരുന്നില്ല. എല്ലാം ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ ചെറുതായിട്ട്. ഇതുപോലുള്ള ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം സാൻ ഫ്രാൻസിസ്കോ. അതിൻ്റെ ഫ്രണ്ടിൽ മാപ്പ് വെച്ചിട്ടുണ്ട്. മാപ്പ് നോക്കിയാണ് അവർ ആ ഒരു റൂട്ട് വഴി പോകുന്നത്. റൂട്ട് മാപ്പ് നോക്കിയാണ് അത് പോകുന്നത്. ഇതിവിടുത്തെ ബ്രേക്ക് ക്രൂസ് ഫെറി ടെർമിനലാണ് കേട്ടോ. ഇവിടെ എല്ലാം ഇതെല്ലാം ഫെറിയുടെ ടെർമിനൽസ് ആണ് ഇവിടെ ഉള്ളത്. അവിടെ ആണെങ്കിൽ എൻട്രൻസിൽ അവിടെ ഇതായിട്ടുണ്ട്. കൂടുതലും ഇവിടെ ഗോൾഡൻ ഗേറ്റിൻ്റെ ടൂർ തന്നെ ആയതുകൊണ്ട് കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കാം നമുക്ക് എന്താ അവിടെ ഇതാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഫാമിലി ഓണറായിട്ടുള്ള സിൻസ് 1892 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്രൂസ് ടെർമിനലിലോട്ട് ആണ്. അതായത് ഇവിടെ നിന്ന് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലോട്ട് അവിടെ എഴുതി വെച്ചേക്കുന്ന ബോർഡിൽ കണ്ടത് ഗോൾഡൻ ഗേറ്റ് ബേ ക്രൂസ് $29 ഒക്കെയാണ്. അത് 1 മണിക്കൂർ ടൂർ, 1.5 മണിക്കൂർ ടൂർ, 2 മണിക്കൂർ ടൂറാണുള്ളത്. മറ്റൊരു ഇതുപോലുള്ള മറ്റു കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.